ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിത് നിങ്ങളുടെ പേഴ്സണൽ വിചാരിച്ച് നിങ്ങൾക്ക് 2 കാർഡ് ചൂസ് ചെയ്യാം. ഞാൻ കാർഡ് ചൂസ് ചെയ്യുന്നത് പോലും ഷഫിൾ ചെയ്താണ്. അപ്പം നിങ്ങൾക്ക് ഏത് കാർഡാണോ വെച്ച് അട്രാക്ട് ചെയ്യുന്നത്, യു ഡിസേർവ് ലവ് എന്നുള്ളതും സോൾമേറ്റ് കാർഡുമാണ് നമുക്ക് 2 കാർഡ് കിട്ടിയത്. യു ആർ ലവബിൾ എന്നുള്ള കാർഡാണ് ഫസ്റ്റ് കാർഡ്, രണ്ടാമത്തത് സോൾമേറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട് നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കിട്ടിയ കാർഡ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ തോട്ട് എന്താണെന്ന് വെച്ചാൽ, എന്ത് തന്നെ സിറ്റുവേഷനും എന്ത് തന്നെ ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കാരണം നിങ്ങളൊന്ന് മാറി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്ക് ഔട്ടായിട്ടൊക്കെ പോയ ഒരുപാട് വേഴ്സൺസ് ഉണ്ടാവും തോന്നുന്നു എനിക്കിത് കാണുന്നത്. കാരണം നിങ്ങളുടെ പാഷൻ മനസ്സിലാക്കുകയാണ്, നിങ്ങളോടുള്ള ഒരു നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടേച്ച് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സത്യം തിരിച്ചറിയുന്നതായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം ആ ഒരു വ്യക്തിക്ക് എന്ത് തന്നെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വളരെ മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷെ അത് വളരെയധികം അഡ്മിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് പറയാൻ വേണ്ടി ആ ഒരു വ്യക്തി മടിക്കുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളെ കൂടെ വ്യക്തി മിസ് ചെയ്യുന്നതായിട്ട് ഇവിടെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വീണ്ടും തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികളുടെ പേഴ്സൻ്റെ മൈൻഡിൽ എന്ന് പറയുന്നത് തിരിച്ചു വരവാണ്, വീണ്ടും ഇങ്ങോട്ട് തന്നെ വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകാൻ ആ ഒരു വ്യക്തിക്ക് പറ്റാത്ത രീതിയിലുള്ള അവസ്ഥയൊക്കെ ഒരു അഡിക്ഷൻ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരുടെ. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ് എന്നുള്ള കാർഡാണ് നിങ്ങൾ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട് എന്താണ്? നിങ്ങൾ ചൂസ് ചെയ്ത കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് ഒരു പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് വേണം എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. കാരണം പാസ്റ്റിൽ നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എനർജിയിൽ നിങ്ങളുടെ അടുക്ക വരണം എന്നുള്ള രീതിയിൽ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനേക്കാളും നല്ല ഒരു പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിൽ വ്യക്തി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. യെസ്, ദിസ് ഇസ് യുവർ സോൾമേറ്റ് എന്നുള്ള കാർഡ് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ളത്. കാരണം എന്തോ ഒരു അട്രാക്ഷൻ, നിങ്ങളുടെ എത്ര തന്നെ നിങ്ങൾ മാറി മാറി പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോകുമ്പോഴും ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ചെയ്തു പോയത് തെറ്റാണ്, ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള കുറ്റബോധം, അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കരുത് ആയിരുന്നു എന്നുള്ള കുറ്റബോധമൊക്കെ വ്യക്തിയുടെ മൈൻഡിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് ഒരു കാർഡ്സ് വെച്ചിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് ഒന്നുകൂടി നോക്കാം. ഇവിടെ ആ ഒരു വ്യക്തി ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വീണ്ടും ഒരു പുതിയൊരു എനർജിയിൽ വരാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഹോപ്പ് വ്യക്തിയുടെ ലൈഫിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തിക്ക് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിയിട്ട് വരണം, പുതിയൊരു തുടക്കം തുടങ്ങി വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്.